കോഴിക്കോടും ഭീഷണി പ്രസംഗവുമായി CPM നേതാവ്. പ്രകോപനം തുടർന്നാൽ ഫറോക്കിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികൾ അറിയാം. ഈ നിമിഷം മുതൽ ലീഗ് നേതാക്കൾ വീട്ടിൽ അന്തി ഉറങ്ങില്ലെന്നുമാണ് ഭീഷണിപ്പെടുത്തുന്നത്. CPIയും ഈ കരുവന്തിരുത്തി പ്രദേശത്തും ഫറോക്കിലും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം മാത്രം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയും ഞങ്ങളെ നേരെ, ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും വേണ്ട, ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. നിങ്ങളെ വീട്ടിൽ കയറി നരങ്ങും ഞങ്ങള്. ആ ഒരു അവസ്ഥ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങൾ 4 വാർഡ് ജയിച്ചെന്നത് കൊണ്ട് CPMകാരെ കൊടിമടക്കി വീട്ടിലിരിക്കണമെന്ന കിട്ടൂര മറക്കാൻ നീ ആരാടാ? ലീഗ് ആരാണ്ട ലീഗ്? ഈ മൂരി ലീഗിനെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. അതുകൊണ്ട് ആ വെല്ലുവിളിക്ക് നിങ്ങൾ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ മലബാർ മേഖലയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ആവേശം സാധാരണഗതിയിലൊക്കെ അല്പം കൂടുതലുള്ളത്. അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പാനൂരിൽ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM പ്രവർത്തകർ വടിവാളുമായി എത്തി നടത്തിയ ഭീകരാന്തരീക്ഷം. ഇപ്പോൾ അല്പസമയം മുമ്പ് CV അനുമോദ് മലപ്പുറത്തെ സ്ഥിതിവിഷയത്തെക്കുറിച്ച് പറയുകയായിരുന്നു. എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? കോഴിക്കോടും ഈ രീതിയിലുള്ള ഭീഷണി പ്രസംഗങ്ങളുമായി CPM നേതാക്കൾ രംഗത്തെത്തുന്നു. ഈ തോൽവിയെ തുടർന്നാണോ, അപ്രതീക്ഷിതമായി കനത്ത തോൽവിയെ തുടർന്നാണോ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രകടനമായി തന്നെ ഇതിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഫറൂഖ് നഗരസഭ നിലവിൽ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന നഗരസഭയാണ്. ഇത്തവണയും അവർ ഭൂരിപക്ഷം നിലനിർത്തി. എന്നാൽ CPM ജയിച്ചിരുന്ന 4 ഡിവിഷനുകൾ ഇത്തവണ ലീഗ് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇതിനുശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഈ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിക്കുകയും ചില CPM പ്രവർത്തകരുടെ നേരെ പടക്കം എറിയുകയും ചെയ്തു എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർച്ച എന്നുകൊണ്ടുമാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിൽ ഈ വലിയ ഭീഷണി സന്ദേശം എതിർ കക്ഷികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പ്രകോപനം തുടർന്നാൽ വീട്ടിൽ കയറി നിരങ്ങുമെന്നാണ് ഏരിയ കമ്മിറ്റി അംഗമായ സമീഷ് ഭീഷണി മുഴക്കുന്നത്. ഇത്തരത്തിൽ ഭീഷണിയുമായി ഇറങ്ങിയാൽ മുസ്ലിം ലീഗ് പിറ്റേ ദിവസം കരിദിനം ആചരിക്കേണ്ടി വരും എന്ന കൃത്യമായ ആ ഒരു ഭീഷണി സന്ദേശം തന്നെ നൽകുന്നുണ്ട്. ചെറുവിരൽ അനക്കിയാൽ നിങ്ങളുടെ വീടുകളിൽ കയറി നിരങ്ങും. അത്തരമൊരു അവസ്ഥ ഉണ്ടാവരുത്. ലീഗിന്റെ പൊന്നാവരും കോട്ടകളൊക്കെ CPMഉം LDFും ജയിച്ച് മുന്നേറിയ ഒരു കാലമുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും പലയിടങ്ങളിലും ഇത്തരം ചെറുതും വലുതുമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കടലുണ്ടിയിൽ CPM പ്രവർത്തകർ എതിരാളികളുമായി ഏറ്റുമുട്ടിയിരുന്നു. ഒപ്പം പാനൂരില് അടക്കമുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറാമലയിൽ സംഘർഷമുണ്ടായിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കപ്പെട്ട അത്ര ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. കാരണം നേതൃത്വം അണികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ വന്ന വടിവാൾ പ്രകടനത്തിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ പരമാവധി സംയമനം പാലിക്കണം. പാർട്ടി ഒരു വലിയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പിടിവിട്ട പ്രതിഷേധങ്ങളിലേക്ക് പോകരുതെന്ന ഒരു കൃത്യമായ നിർദ്ദേശം തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെട്ട രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും പ്രകടനങ്ങളും മറ്റുമൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്നിരുന്നു. എന്നാൽ ഒരു വ്യാപകമായ സംഘർഷാവസ്ഥയിലേക്ക് കോഴിക്കോട് ജില്ല എന്തായാലും പോയിട്ടില്ല. കേട്ടോ, അതാണ് അനീഷ്, കഴിഞ്ഞ ഒരു 9 വർഷക്കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ CPM ഭരണത്തിൽ നിന്ന സമയമാണ്. പൊതുവെ ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ വളരെ കുറവായിരുന്നു എന്ന് പറയാൻ. അതായത് CPM പ്രതിക്കൂട്ടിൽ വന്ന കൊലപാതക രാഷ്ട്രീയങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ വളരെ കുറവാണ് താരതമ്യേന മറ്റു വർഷങ്ങൾ എടുത്ത് നോക്കിയാൽ. അതായത് 2016 മുൻപുള്ള സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കളുടെ നിയന്ത്രണം വിട്ടുപോകുന്നു. അതായത് തോൽവി മുന്നിൽ കണ്ടുള്ള
ഒരു സാഹചര്യമാണോ, അതാണോ ഈ രീതിയിലുള്ള പ്രകോപനങ്ങൾക്ക് കാരണമാകുന്നത്? ഒരുപക്ഷെ നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നേതൃത്വം കൃത്യമായി വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം മുൻപത്തെ പോലെയല്ല, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലായിടങ്ങളിലും CCTVകളുണ്ട്. സംയമനം പാലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായും അത്തരമൊരു തിരിച്ചറിവുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ CPM-ന്റെ മുതിർന്ന നേതാക്കൾ അവർക്ക് ജില്ലയിൽ സംഭാഷണം നടത്തിയപ്പോഴും അവർ പറയുന്ന കർശനമായ നിർദ്ദേശം അണികൾക്ക് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിലെ തോൽവി ഒന്നിന്റെയും അവസാനമല്ല, ഇനി വലിയൊരു തെരഞ്ഞെടുപ്പ് യുദ്ധം തന്നെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് മോശമായ പെരുമാറ്റങ്ങൾ അണികളുടെ അല്ലെങ്കിൽ സൈബർ അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് പാർട്ടിയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കുറ്റ്യാടി അടക്കമുള്ള ഇടങ്ങളിൽ ഷാഫി പറമ്പിലുമായി കൊമ്പ് കോർക്കേണ്ടി വന്നെങ്കിലും അതിന്റെ ഒടുവിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് CPM-നാണ്. കാരണം കുറ്റ്യാടി മേഖലയിലെ മുഴുവൻ പഞ്ചായത്തുകളും, പേരാമ്പ്ര മേഖലയിലെ മുഴുവൻ പഞ്ചായത്തുകളും പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം അവിടെ നിന്നും കോൺഗ്രസിനും മറ്റു UDF കക്ഷികൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വിധം കോട്ടകളായി ഇടതുപക്ഷം കാത്തു സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പൂർണ്ണമായി അടിപതറുന്ന ഒരു സാഹചര്യം. അതായത് പേരാമ്പ്രയില് ഷാഫി പറമ്പിലുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംഘർഷം പരസ്പരം വെല്ലുവിളിക്കുന്നു, പോരടിക്കുന്നു, ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു. അതുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്ക് പതിവില്ലാത്തൊരു ഊർജ്ജം ഉണ്ടാവുന്നു, അവർക്കൊരു നേതാവ് ആ മേഖലയിൽ ഉണ്ടാവുന്നു. ഒപ്പം ലീഗ് അണികൾ കോൺഗ്രസുകാരെക്കാൾ ആവേശത്തിൽ ഷാഫിക്ക് പിന്നിൽ അണിനിരക്കുന്നു. അങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം വിഘടിച്ചു നിന്ന് മുന്നണിക്കും അല്ലെങ്കിൽ ആ പാർട്ടിക്കും ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവുകയും അത് വലിയ തോതിൽ ഈ കുറ്റ്യാടി പേരാമ്പ്ര മേഖലകളിൽ അത് UDF-ന് ഗുണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് പ്രകോപനത്തിന്റെ പാതയിലേക്ക് വീണ്ടും നീങ്ങിയാൽ അത് വലിയ ദോഷകരമായി ബാധിക്കുമെന്ന് നേതൃത്വത്തിന് അറിയാം. ഇന്നലെ തന്നെ പേരാമ്പ്രയിൽ വലിയ വിജയാഹ്ലാദ പ്രകടനം UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിലും ഒരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് LDF പ്രവർത്തകർ തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അതായത് അവഗണിച്ച് മുന്നോട്ട് വിട്ടില്ലെങ്കിൽ വലിയ പരുക്കാണ് ഏൽക്കുക, അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ സംഭവ പരമ്പരകൾ കുറവാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വടകര ഭാഗത്തൊക്കെ നാദാപുരം മേഖലയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആ സമയത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഘർഷ പരമ്പരകളാണ് ഉണ്ടാവുക. ഇത്തവണ ഏറാമലയിൽ ഒരു ഇന്ദിരാഗാന്ധി സ്തൂപം തകർത്തതൊക്കെ ഒഴിവാക്കിയാൽ പിന്നീട് അവിടെയും കാര്യമായ അസ്വാരസ്യങ്ങൾ ഉണ്ടായില്ല. കടലുണ്ടിയിൽ ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഘർഷം അല്ലെങ്കിൽ പോലും ഒരു കൊലയാളി പ്രസംഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ മറ്റു തരത്തിലേക്കൊന്നും പോകുന്നില്ല. എങ്ങനെയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുക എന്നതാണ്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. അതുകൊണ്ട് മറ്റു രീതിയിലേക്ക് പോയാൽ അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് ഒരു കൃത്യമായ സമവായത്തിന്റെ പാതയിലേക്ക് പോകും. ഈ സംഭവത്തിലടക്കം കൃത്യമായ ഒരു വിശദീകരണം ഒരുപക്ഷെ ചോദിച്ച് അല്ലെങ്കിൽ ഒരു അണികളെ ആവേശത്തിലാക്കാനുള്ള ഒരു പ്രസംഗം എന്ന വിലയിരുത്തലിൽ അവസാനം വയ്ക്കാനാണ് സാധ്യത. ഈ പാനൂരിലെ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പ്രകടനത്തിന് പിന്നാലെ, അത് വിവാദമായതിന് പിന്നാലെ CPM നേതൃത്വം അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന്.